പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കേന്ദ്രം കൂട്ടി. എക്സൈസ് തീരുവ ലിറ്ററിന് 2 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ ബാരലിന് കഴിഞ്ഞ 6 വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇപ്പോഴുള്ളത്. ഒരു വേള ബാരലിന് $110 വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ $56 വില. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ 2 രൂപ വീതം പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കാൻ ഏകദേശ തീരുമാനത്തിലെത്തിയിരുന്നു. ഇതിനിടയിലാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ 2 രൂപ വീതം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച് ഖജനാവിലേക്ക് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ തീരുവ വർദ്ധിപ്പിച്ചത് വഴി ലഭിക്കുന്ന തുക അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. ഈ സാഹചര്യത്തിൽ എണ്ണ കമ്പനികൾ ഇനി വില കുറയ്ക്കില്ലെന്നാണ് അറിയിച്ചത്. അന്താരാഷ്ട്ര വിപണിയിലെ വിലയനുസരിച്ച് ജനങ്ങൾക്ക് എണ്ണ കമ്പനികളിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യമാണ് തീരുവ വർദ്ധിപ്പിച്ചത് വഴി കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ധനമന്ത്രി കെ എം മാണിയുടെ കത്ത്. രാഷ്ട്രവികസനത്തിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നുവെന്ന് മാണി പറഞ്ഞു. 2015 കർഷക സൗഹൃദ വർഷമാകണമെന്ന് മാണി കത്തിലൂടെ ആവശ്യപ്പെട്ടു. മദ്യനയത്തിൽ സർക്കാരിനെതിരെ വീണ്ടും VM സുധീരൻ. മദ്യനയത്തിൽ താൻ ഒറ്റയാനല്ലെന്ന് സുധീരൻ പറഞ്ഞു. മദ്യനയം അട്ടിമറിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെ നിൽപ്പ് സമരം കൊച്ചിയിൽ ആരംഭിച്ചു. മദ്യനയത്തിൽ സർക്കാരുമായുള്ള ഭിന്നത തുടരുന്നുവെന്ന് കാണിക്കുന്ന പ്രതികരണമാണ് VM സുധീരന്റെ ഭാഗത്തു നിന്ന് ഇന്നും ഉണ്ടായത്. മദ്യനയത്തിൽ താൻ ഒറ്റയാനല്ലെന്നാണ് സുധീരൻ പറഞ്ഞത്. തന്നെ രാഷ്ട്രീയമായും അല്ലാതെയും പിന്തുണയ്ക്കുന്ന ഒരുപാട് പേർ കേരളത്തിലുണ്ടെന്നും സുധീരൻ ഓർമ്മിപ്പിച്ചു. ഇവിടെ നേരത്തെ സച്ചിദാനന്ദ സ്വാമി സംസാരിച്ചപ്പോൾ ഞാൻ ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരാളായി, ഒറ്റയാനായി എന്നെ അധികം വിശേഷിപ്പിക്കുകയുണ്ടായി. ഞാൻ ഒറ്റയാനല്ല. അതിനിടെ മദ്യനയം അട്ടിമറിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം ആരംഭിച്ചു. കൊച്ചിയിൽ നടക്കുന്ന സമരം KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അതിനിടെ സർക്കാരിനെതിരെ NSS രംഗത്തെത്തി. ദേവസ്വം വിദ്യാഭ്യാസ വിഷയങ്ങളിൽ സർക്കാരിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിൻ്റെതെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. ഇന്ന് ഗവൺമെന്റുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം 2 കാര്യങ്ങൾക്കാണുള്ളത്. ഒന്ന് വിദ്യാഭ്യാസം, 2 ദേവസ്വം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്തെ 13 മദ്യവിൽപ്പനശാലകൾ നാളെ പൂട്ടും. സംസ്ഥാന പാതയോരങ്ങളിലെ ബെവ്കോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ഔട്ട്ലെറ്റുകളാണ് പൂട്ടുന്നത്. സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായാണ് മദ്യവിൽപ്പനശാലകൾ പൂട്ടുന്നത്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് കാരണം പാർട്ടിയിലെ പാലംവലി തന്നെയെന്ന് KPCC ഉപസമിതി റിപ്പോർട്ടിൽ ഇടുക്കി DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, EM അഗസ്തി എന്നിവർക്കെതിരെയും പരാമർശം. TM സുരേഷ് ബാബു ചെയർമാനായ സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കുണ്ടായ തോൽവി സംബന്ധിച്ച് അന്വേഷിച്ച KPCC ഉപസമിതിയാണ് DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, EM അഗസ്തി തുടങ്ങി നേതാക്കൾക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് റിപ്പോർട്ട് സമർപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു അധ്യക്ഷനായ ഉപസമിതിയുടെ റിപ്പോർട്ടിലാണ് ഇടുക്കിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി D കുര്യാക്കോസിന്റെ തോൽവിക്ക് കാരണം പാർട്ടിയിലെ തന്നെ പാലംവലി മൂലമാണെന്ന് വ്യക്തമാക്കുന്നത്. ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയാകാൻ പറ്റാത്തതിന്റെ നിരാശ റോയ് കെ പൗലോസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പ്രതിഫലിപ്പിച്ചുവെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഇടുക്കി സീറ്റിന് അവകാശവാദം ഉന്നയിച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗം വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളായെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രചരണവും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. PM സുരേഷ് ബാബുവിനെ കൂടാതെ ഡോക്ടർ MA കുട്ടപ്പൻ, ബാബു പ്രസാദ് എന്നിവരാണ് ഉപസമിതി അംഗങ്ങളായിരുന്നത്. ഉപസമിതി റിപ്പോർട്ട് അടുത്ത KPCC എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. ഇതിനുശേഷമാകും തോൽവിക്ക് കാരണക്കാരായ നേതാക്കൾക്കെതിരെയുള്ള നടപടി ഉണ്ടാകുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിശാഖപട്ടണത്ത് ചേരുന്ന 21ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി CPIM ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ആലപ്പുഴ ചാരുമൂടിലെ PK ചന്ദ്രാനന്ദൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. യും വയലാറിന്റെയും വിപ്ലവ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിൽ വിപ്ലവാഭിവാദ്യങ്ങളോടെയാണ് CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം മുതിർന്ന സമ്മേളന പ്രതിനിധി അബ്ദുൾ ഷുക്കൂറാണ് പതാക ഉയർത്തിയത്. ഇതിനുശേഷം നടന്ന ഉദ്ഘാടന സമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം VS അച്യുതാനന്ദൻ നിർവഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് VS ഉന്നയിച്ചത്. ടാറ്റയ്ക്കും ബെർളയ്ക്കും എല്ലാം അടക്കമുള്ള കുത്തകകൾക്ക് പണിയെടുക്കുന്ന ജനവിഭാഗങ്ങളെ ചൂഷണം ചെയ്ത് അവരുടെ രക്തമൂറ്റുന്നതിന് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കുടപിടിക്കുന്ന നയസമീപനമാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കേരളത്തിലും തുടരുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം പ്രമുഖ നേതാക്കളാണ് 3 ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്.
CPM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് വരുന്ന 2 ദിവസങ്ങൾ നടക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വയനാട് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മാനന്തവാടി P. കുഞ്ഞിക്കണ്ണൻ നഗറിൽ മുതിർന്ന ജില്ലാ കമ്മിറ്റി അംഗം PA മുഹമ്മദ് പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPIM വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് പ്രതിനിധി സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വേച്ഛാധിപത്യപരമായ അധികാര പ്രയോഗങ്ങളിലൂടെ രാജ്യത്തെ വർഗീയവൽക്കരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് പറഞ്ഞ അദ്ദേഹം സോളാർ കേസിൽ നിയമസഭയിൽ ആരോപണമുന്നയിച്ചവർ കമ്മീഷന് മുമ്പാകെ ഹാജരാകുമെന്നും തെളിവ് നൽകുമെന്നും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും പെടുത്തും എന്ന് കമ്മീഷൻ തീരുമാനമെടുത്തപ്പോൾ അതുമായിട്ട് ആർക്കെല്ലാമാണോ സമൻസ് അയക്കുന്നത് അവരെല്ലാം പോകും, തെളിവ് കൊടുക്കും. ഇപ്പോൾ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഞങ്ങളെയൊക്കെ കമ്മീഷൻ വിളിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പോകും, കമ്മീഷൻ മുമ്പിൽ തെളിവ് കൊടുക്കും. കോടിയേരി ബാലകൃഷ്ണന് പുറമെ MA ബേബി, EP ജയരാജൻ, KK ശൈലജ ടീച്ചർ, PK ഗുരുദാസൻ, MV ഗോവിന്ദൻ മാസ്റ്റർ, VV ദക്ഷിണാമൂർത്തി എന്നിവരും സമ്മേളന നടപടികളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിനിധി സമ്മേളനത്തിൽ സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രൻ അവതരിപ്പിച്ചു. ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം ഇന്നത്തെ സമ്മേളന നടപടികൾ സമാപിക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് വൈകുന്നേരം മാനന്തവാടിയിൽ കവിയരങ്ങും സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. അട്ടപ്പാടി ആനവായൂരിൽ വനംവകുപ്പിന്റെ ക്യാമ്പ് ഓഫീസ് കത്തിച്ചു. മാവോയിസ്റ്റ് ആക്രമണമാണെന്നാണ് സംശയം. എന്നാൽ മാവോയിസ്റ്റ് ആക്രമണമാണെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ജില്ലാ സഹകരണ ബാങ്കിലെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. സർക്കാരിൻ്റേത് തെറ്റായ നടപടിയാണെന്നും നടപടി സർക്കാർ റദ്ദാക്കണമെന്നും MV ജയരാജൻ ആവശ്യപ്പെട്ടു. 178 കോടി രൂപ സർക്കാരിന് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് 2 ആഴ്ച മുൻപാണ് സർക്കാർ പരിയാരം മെഡിക്കൽ കോളേജിന് നോട്ടീസ് നൽകിയത്. ഇതേ തുടർന്ന് കണ്ണൂർ ജില്ലാ സർവീസ് സഹകരണ ബാങ്കിലെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ജപ്തി നടപടികൾ ആരംഭിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിന്റെ പ്രാരംഭഘട്ടത്തിൽ സർക്കാർ അനുവദിച്ച 63 കോടി രൂപ ലോൺ ലഭ്യമായത് സർക്കാർ കോളേജ് ഏറ്റെടുത്ത സമയത്താണ്. 9 കോടി രൂപയാകട്ടെ ഭൂമിയുടെ ഓഹരി വിലയായി കണക്കാക്കിയതും ഭൂമി മെഡിക്കൽ കോളേജിന് നൽകിയതുമില്ല. ഈ 2 തുകയുടെയും പലിശയായി 105 കോടി രൂപ കണക്കാക്കിയാണ് ഇപ്പോൾ 178 കോടി രൂപ തിരിച്ചടക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് 1 കോടി രൂപയോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും. ഈ തുക ജീവനക്കാർക്ക് ശമ്പളമായി നൽകേണ്ട തുകയാണ്. മാത്രമല്ല ചികിത്സാ പദ്ധതികളുടെയും മറ്റ് ആശുപത്രി നടത്തിപ്പിന്റെയും തുകയാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെയും രോഗികളെയും ജീവനക്കാരെയും ഇത് സാരമായി ബാധിക്കുമെന്നും മുഖ്യമന്ത്രി ഇടപെട്ട് നടപടി റദ്ദാക്കണമെന്നും പരിയാരം മെഡിക്കൽ കോളേജ് ചെയർമാൻ MV ജയരാജൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ദേശീയ ഗെയിംസ് അഴിമതിയുടെ കുംഭമേളയാക്കാൻ ശ്രമിക്കുന്നുവെന്ന് VS. ദേശീയ ഗെയിംസിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നും VS ആവശ്യപ്പെട്ടു. സാമ്പത്തിക ഇടപാട് അക്കൗണ്ട് ജനറലോ ധനകാര്യ വകുപ്പോ അന്വേഷിക്കണം. സച്ചിന്റെ കൂട്ടയോട്ടം നടത്താൻ 10 കോടി നൽകേണ്ടതില്ലെന്നും സച്ചിന്റെ പേര് കേട്ടാൽ തന്നെ ആളുകൾ കൂടുമെന്നും VS പ്രസ്താവനയിൽ പറഞ്ഞു. പുതുവർഷത്തിൽ പുതു സന്ദേശവുമായി നടൻ മമ്മൂട്ടി. സ്വന്തം പച്ചക്കറിത്തോട്ടത്തിൽ വിളഞ്ഞ ജൈവ പച്ചക്കറികൾ വിവിധ മേഖലകളിലെ പ്രഗത്ഭർക്ക് സമ്മാനിച്ചാണ് മമ്മൂട്ടി പുതു സന്ദേശം നൽകിയത്. ജൈവ കൃഷിയിലൂടെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്ന് മമ്മൂട്ടി പറഞ്ഞു. വരും തലമുറ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിച്ച് വളരട്ടെയെന്നും സമൂഹത്തിൽ ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന 20 പേർക്ക് പുതുവത്സര സമ്മാനമായി ജൈവ പച്ചക്കറി നൽകുന്നതിലൂടെ ജൈവ കൃഷിയുടെ നല്ല സന്ദേശം ജനങ്ങളിലേക്ക് എത്തട്ടെയെന്നും ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മമ്മൂട്ടി പറഞ്ഞു. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് സത്യസന്ധമായി വിശ്വസിക്കാവുന്ന തരത്തിൽ ഉണ്ടാക്കുന്ന ഈ പച്ചക്കറികൾ കൂടെ നമ്മുടെ ദൈനംദിന ആഹാരത്തിലേക്ക് ഒരു ഭാഗം ഉണ്ടാക്കിയാൽ ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ സർവീസിന് ചിലവാക്കുന്ന പൈസ വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. മരുന്നിനും ആശുപത്രിക്കും കൊടുക്കാതിരിക്കണമെങ്കിൽ ഇതുപോലെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. പക്ഷെ എന്നോട് ചോദിച്ചാൽ എൻ്റെ അടുക്കളയിൽ, എൻ്റെ വീടിൻ്റെ അടുക്കളയുടെ പുറത്ത് എൻ്റെ ഭാര്യയും ഞാനും കൂടെ കുറച്ച് ചെറിയ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. നമുക്ക് എല്ലാവരുടെ വീടിൻ്റെ പുറകിലും ഉണ്ടാകും. MPമാരായ KV തോമസ്, P രാജീവ് തുടങ്ങി വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ബ്ലോഗ് എഴുത്തുകാരൻ ശിവാനന്ദൻ, കർഷകനായ വിദ്യാർത്ഥി അലൻ മർവിൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർക്കാണ് മമ്മൂട്ടി പുതുവത്സര സമ്മാനമായി സ്വന്തം പച്ചക്കറിത്തോട്ടത്തിൽ വിളഞ്ഞ ജൈവ പച്ചക്കറി നൽകിയത്. തോമസ് ഐസക് MLAയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ നടപ്പാക്കുന്ന ജൈവ പച്ചക്കറി കൃഷി പദ്ധതിയിൽ പങ്കുചേർന്ന മമ്മൂട്ടി കഞ്ഞിക്കുഴിയിലെ 25 സെന്റ് സ്ഥലത്താണ് ജൈവ പച്ചക്കറി വിളയിച്ചത്. തോമസ് ഐസക് MLA എഴുതിയ 3 പുസ്തകങ്ങൾ KV തോമസ് MP, ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളി, ബെന്നി ബെഹനാൻ MLA, AN രാധാകൃഷ്ണൻ എന്നിവർക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ഷൂട്ടിംഗ് സെറ്റിൽ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ ന്യൂ ഇയർ ആഘോഷം. മമ്മൂട്ടി നായകനായ ഭാസ്കർ ദി റാസ്കൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് മമ്മൂട്ടിയും നയൻതാരയും ചേർന്ന് കേക്ക് മുറിച്ചുകൊണ്ട് ന്യൂ ഇയർ ആഘോഷിച്ചത്. കാക്കനാട് രാജഗിരി സ്കൂളിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് മെഗാസ്റ്റാറിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇയർ ആഘോഷം നടന്നത്. സിദ്ദിഖ് സംവിധാനം ചെയ്യുന്ന ഭാസ്കർ ദി റാസ്കൽ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ കേക്ക് മുറിച്ചാണ് സെറ്റിൽ ന്യൂ ഇയർ ആഘോഷം നടന്നത്. മമ്മൂട്ടിയും നയൻതാരയും ചേർന്ന് കേക്ക് മുറിച്ചു. തുടർന്ന് സിദ്ദിഖിനും നയൻതാരയ്ക്കും ഉൾപ്പെടെയുള്ളവർക്ക് മമ്മൂട്ടി മധുരം നൽകി. നിർമ്മാതാവ് ആൻഡോ ജോസഫ്, രൺജി പണിക്കർ, മറ്റ് അണിയറ പ്രവർത്തകർ എന്നിവരും ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കെടുത്തു. ഹിറ്റ്ലറിൻ്റെയും ക്രോണിക് ബാച്ചിലറിൻ്റെയും വൻ വിജയത്തിന് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി സിദ്ദിഖ് സംവിധാനം ചെയ്യുന്ന മുഴുനീള എൻ്റർടൈൻമെൻറ്റ് ചിത്രമാണ് ഭാസ്കർ ദി റാസ്കൽ. മുംബൈയിലും കൊച്ചിയിലുമായി ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രം വിഷുവിന് തിയേറ്ററുകളിലെത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കാലിക്കറ്റ് സർവകലാശാലയിൽ വീണ്ടും ചട്ടലംഘനം. ആദ്യ മൂല്യനിർണ്ണയത്തിൽ തോറ്റ വിദ്യാർത്ഥിനിക്ക് വീണ്ടും പുനർമൂല്യനിർണ്ണയത്തിന് VC-യുടെ ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചട്ടങ്ങളെല്ലാം ലംഘിച്ചാണ് KMCT എഞ്ചിനീയറിംഗ് കോളേജിലെ 6ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയായ ഫാത്തിമ റിസ്വാനയ്ക്ക് രണ്ടാമത് പുനർമൂല്യനിർണ്ണയം നടത്താൻ VC ഉത്തരവിട്ടിരിക്കുന്നത്. ആദ്യ പുനർമൂല്യനിർണ്ണയത്തിൽ തോറ്റ ഈ വിദ്യാർത്ഥിനിക്കാണ് വീണ്ടും മൂല്യനിർണ്ണയത്തിനുള്ള ഉത്തരവ്. എന്നാൽ ഇത്തരമൊരു ചട്ടം സർവകലാശാല അനുശാസിക്കുന്നില്ലെന്ന് അറിയിച്ച ഡെപ്യൂട്ടി രജിസ്ട്രാർ ഗിരിജയെ VC NSS ഓഫീസിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. സാധാരണ രീതിയിൽ ആദ്യ പുനർമൂല്യനിർണ്ണയത്തിന് 30% മാർക്ക് കാണിക്കുന്നവർക്ക് മാത്രമേ രണ്ടാമത് പുനർമൂല്യനിർണ്ണയത്തിന് സർവകലാശാല നിയമം അനുശാസിക്കുകയുള്ളൂ. അതും വിദ്യാർത്ഥിനിക്ക് അപേക്ഷ നൽകാൻ വകുപ്പില്ല. പകരം സർവകലാശാല നിർദ്ദേശിക്കണം. എന്നാൽ വിദ്യാർത്ഥിനിക്ക് നേരത്തെ നടത്തിയ പുനർമൂല്യനിർണ്ണയത്തിൽ പരീക്ഷാഫലത്തേക്കാൾ മാർക്ക് കുറവായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ രണ്ടാമത് പുനർമൂല്യനിർണ്ണയം നടത്താൻ സർവകലാശാല നിയമം അനുശാസിക്കുന്നില്ല. പിന്നീട് വിദ്യാർത്ഥിനി തന്നെ നേരിട്ട് രണ്ടാമത് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് VC-യുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ ഉത്തരവ് പുറപ്പെട്ടിരിക്കുന്നത്. പുനർമൂല്യനിർണ്ണയത്തിന്റെ നടപടികൾ നടക്കുന്നതാകട്ടെ ചട്ടങ്ങൾ മറികടന്ന് PVC-യുടെ ഓഫീസ് വഴിയും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെയും ചട്ടങ്ങൾ മറികടന്ന് VC ഒരു വിദ്യാർത്ഥിക്ക് മാത്രം പുനഃപരീക്ഷ നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. ഷമീമ സലാം, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആഘോഷലഹരിയിൽ ലോകം 2015 വരവേറ്റപ്പോൾ ഭക്തിലഹരിയിൽ സന്നിധാനവും പുതുവർഷത്തെ വരവേറ്റു. മാധ്യമപ്രവർത്തകർ, ദേവസ്വം ജീവനക്കാർ, പോലീസ്, അർദ്ധസൈനിക വിഭാഗം എന്നിവർ സംയുക്തമായാണ് സന്നിധാനത്ത് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത്. 18-ാം പടിക്ക് മുന്നിൽ കർപ്പൂരം കത്തിച്ചും മധുരം വിതരണം ചെയ്തും പരസ്പരം ഹസ്തദാനം നൽകിയും ശരണം വിളിച്ചുമാണ് പുതിയ വർഷത്തെ വരവേറ്റത്. മാനവ മൈത്രിയുടെ സ്നേഹ സന്ദേശം പകർന്നാണ് സന്നിധാനത്ത് നിറദീപ കാഴ്ച ഒരുക്കിയത്. ഭക്തജനങ്ങളും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി സാഖ്വിയിൽ ഉൽ റഹ്മാൻ ലഖ്വി തടവിൽ തുടരും. ലഖ്വിയെ കോടതി 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 6 ദിവസം മുൻപ് നടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഇസ്ലാമാബാദ് കോടതിയുടേതാണ് ഉത്തരവ്. ലഖ്വിക്ക് ജാമ്യം നൽകുന്നതിനെതിരെ പാക് സർക്കാർ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ലഖ്വിയുടെ ജാമ്യത്തിനെതിരെ ഇന്ത്യയും കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു.